സൂപ്പർ പ്രൈമിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കഷ്ടി 2 മിനിറ്റേ ഉള്ളൂ. ഞാൻ റഹീമിനോടും ഡീനിനോടും അഭ്യർത്ഥിക്കുകയാണ് ചുരുക്കം വാക്കുകൾ മറുപടി പറയണം, എന്നോട് ക്ഷമിക്കുകയും വേണം. റഹീം, ഇവിടെ സർക്കാരിനെ വീണ്ടും വെല്ലുവിളിക്കുകയാണ് ഈ സംഘടന. ഇവിടെ ഇത്രയും വലിയ കുറ്റങ്ങളുടെ ഒരു പട്ടിക നിരത്തപ്പെടുമ്പോൾ നാളെ കോളേജുകൾ അടച്ചിടുകയാണ്. അത് പിടിക്കേണ്ടേ? അങ്ങനെ എന്തെങ്കിലും അധികാരമുണ്ടോ അവർക്ക് നാളെ സൂചനാ പണിമുടക്ക് നടത്താനും പിന്നെ അനിശ്ചിതകാലത്തേക്ക് അടച്ചിടുമെന്ന് ഭീഷണിപ്പെടുത്താനും? 2, ഒരു പുതിയ നിയമം ആലോചിക്കുന്നുണ്ടല്ലോ. ഇത്തരക്കാരെ പിടിക്കാൻ കഴിയുന്ന ഒരു നിയമമായി അത് വരേണ്ടേ? തീർച്ചയായും വരണം. ഇത്തരം സ്വാശ്രയ കോളേജുകൾക്ക് മൂക്കുകയറിടാൻ ശക്തിയുള്ള സർക്കാരാണ് കേരളം ഭരിക്കുന്നത്, ഒരു സംശയവും വേണ്ട. ഞാൻ ഡീനിനോടും ശ്രീ രഞ്ജിത്ത് മാരാരോടും ഒരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ ഡ്രാമയാണെന്ന് രണ്ടുപേരും 2 കോണ്ടസ്റ്റിൽ പറഞ്ഞു. നിങ്ങൾ നോക്കൂ, എന്ത് ഡ്രാമയാണ്. ഇവിടെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വെച്ചല്ലോ ഇത്രയും മിന്നൽ വേഗതയിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ കൊടുത്തൊരു സർക്കാർ. ഡീൻ ആരോപിച്ചത് സർക്കാർ നേതൃത്വത്തിൽ ഒത്തുകളി നടന്നു എന്നാണ്. ഒരു പോലീസ് സ്റ്റേഷൻ്റെ പേര് പറഞ്ഞു. ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിലെ ഒരുപിടി പോലീസുകാരോ ഉദ്യോഗസ്ഥരോ കുറ്റം കാണിച്ചിട്ടുണ്ടാകാം, വീഴ്ച നടത്തിയിട്ടുണ്ടാകാം, ഞാനതിനെയൊന്നും നിഷേധിക്കുന്നില്ല, ആയിട്ടുണ്ടാകാം. പക്ഷേ SP പരാതി കൊടുത്ത് SP പ്രത്യേക സംഘത്തെ വെച്ച് അന്വേഷിക്കാൻ തുടങ്ങിയതിൽ പിന്നെ എങ്ങനെയാണ് തനിക്ക് നീതി ലഭിച്ചതെന്നും ഈ വ്യവസ്ഥയിൽ വിശ്വാസം തോന്നിയതെന്നും ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞത് ഡീൻ കുര്യാക്കോസ് കേട്ടിട്ടുണ്ടാകും. നിങ്ങളുടെ ഗവൺമെൻറ് കാലത്ത് ഇങ്ങനൊരു അനുഭവമില്ല. മറ്റക്കര ടോംസിൽ അന്ന് ടോംസിനെതിരെ പരാതി കൊടുത്തതാണ്. എന്തെങ്കിലും കേസെടുത്തില്ല, അട്ടിമറിക്കുകയാണ് ചെയ്തത്, നിങ്ങൾ സംരക്ഷിക്കുകയാണ് ചെയ്തത്. ശരിയാണ്. ഒരു കാര്യം മനസ്സിലാക്കിയോ, കൃഷ്ണദാസിനെ പോലെ ഇത്രയധികം വലിയൊരു ഡോൺ, ആ ഡോൺ ഒരു പോലീസ് സ്റ്റേഷനിലെ ചുമരിൽ ഇങ്ങനെ ചാരി നിന്ന ദയനീയമായ കാഴ്ച കാണാൻ കഴിഞ്ഞത് കേരളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്നത് കൊണ്ടാണ്. വിയൂരിൽ ഒരു സ്വാശ്രയ മുതലാളി അകത്ത് കിടന്നത് ഈ സർക്കാരിന്റെ കാലത്ത് മാത്രമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കൃഷ്ണദാസിന്റെ കൂട്ടുപ്രതികൾ എവിടെയാണ്? റഹീമെ, എവിടെയാണ് കേരള പോലീസ്? ഈ കേസിൽ സാഹചര്യ തെളിവുകൾ തേച്ചു മാച്ചു കളഞ്ഞ് ഇവിടെ പോലീസിനെ ഡ്രൈവ് ചെയ്യുന്ന CPIM നേതൃത്വമാണ്. ശരി, ഞാൻ ഇടപെടേണ്ട, എനിക്ക് പൂർണ്ണമായും സമയം അതിക്രമിച്ചതുകൊണ്ട്. എന്തായാലും ഈ ചർച്ച തുടങ്ങുമ്പോഴുള്ള കാതലായ ചോദ്യം, ഈ ചർച്ചയുടെ അവസാനം കൂടുതൽ ബലവത്താകുന്നു. ഷഹീർ ഷൗക്കത്ത് പറയുകയാണ് ഹൈക്കോടതിയോട് നീതി ലഭിക്കും എന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്ന്. ഇനി ഹൈക്കോടതിക്ക് അത് വിടുന്നു. വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.